ശ്രീരാഗം കുടുംബത്തിലെ എല്ലാവർക്കും നമസ്കാരം. പുരാണ കഥാമൃതത്തിൽ ഇന്ന് ഞാൻ പറയുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ തുറക്കാത്ത വാതിലിനെ കുറിച്ചാണ്. അഹന്തയുടെ നിറകയിൽ സർപ്പദംശമായി പതിച്ച ശൈവകോപത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് ഇന്നും തുറക്കാത്ത വാതിൽ നിലകൊള്ളുന്നു. 108 ഊരായ്മ കുടുംബങ്ങളുടെ ഉടമസ്ഥതയിലായിരുന്നു പണ്ട് വൈക്കം മഹാദേവ ക്ഷേത്രം. വടക്കുംകൂർ രാജാക്കന്മാരും വൈക്കം ക്ഷേത്രത്തിലെ ഊരായ്മക്കാരും തമ്മിൽ ക്ഷേത്രാധികാരത്തെ ചൊല്ലി ദീർഘകാലം തർക്കത്തിലായിരുന്നു. രണ്ട് പക്ഷക്കാരും തമ്മിലുള്ള അവകാശ തർക്കങ്ങളും വാക്കുകളും അനുദിനം വർദ്ധിച്ചു വന്നു. ഈ സമയത്ത് വടക്കുംകൂർ രാജാവ് വൈക്കം ക്ഷേത്രത്തിൽ പെരുന്തമൃത പൂജ എന്ന ഒരു സവിശേഷ വഴിപാട് കഴിക്കാൻ ഒരുങ്ങി. ക്ഷേത്രത്തിൽ കൂടുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനവും നൽകണം. വളരെ പണച്ചെലവുള്ള ഈ പൂജ വലിയ പ്രഭുക്കന്മാരും രാജാക്കന്മാരും മാത്രമേ നടത്തിയിരുന്നുള്ളൂ. രാജാവിൻ്റെ വഴിപാട് നടത്തുവാനുള്ള തീരുമാനം ഊരായ്മക്കാർക്ക് ഇഷ്ടമായില്ല. രാജാവിൻ്റെ വഴിപാട് എങ്ങനെയും മുടക്കാനായി ഊരായ്മക്കാർ ശ്രമം ആരംഭിച്ചു. ക്ഷേത്ര ജീവനക്കാരും നാട്ടുകാരും നല്ലൊരു വിഭാഗവും ഇതിന് കൂടെ നിൽക്കുകയില്ലെന്ന് ഊരായ്മക്കാർക്ക് അറിയാമായിരുന്നു. മനസ്സിൽ വിദ്വേഷത്തിൻ്റെ കറ നിറഞ്ഞപ്പോൾ ഭഗവാനെ മറന്ന ഇവർ ഞള്ളലി എന്നു പേരായ ഒരു ഊരാളൻ്റെ ഇല്ലത്ത് യോഗം കൂടി. പണ്ട് ഞള്ളലി നമ്പൂതിരിയുടെ ഇല്ലം ഇരുന്ന സ്ഥലമാണ് ഇപ്പോഴത്തെ മിനി സിവിൽ സ്റ്റേഷൻ. ഏതു വിധേനയും രാജാവിൻ്റെ പെരുന്തമൃത പൂജ മുടക്കാൻ ഞള്ളലി നമ്പൂതിരിയെ സർവസമ്മതനായി ഊരായ്മക്കാർ അധികാരപ്പെടുത്തി. ഊരായ്മക്കാരുടെ തീരുമാനമെല്ലാം രാജാവ് അറിഞ്ഞെങ്കിലും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാതെ പെരുന്തമൃത പൂജ നടത്തുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. വഴിപാട് ദിവസം രാജാവും കുടുംബാംഗങ്ങൾ, ഭക്തജനങ്ങൾ, ബ്രാഹ്മണർ, ക്ഷേത്രജീവനക്കാർ, മേളക്കാർ തുടങ്ങിയവരും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഊരായ്മക്കാർ മാത്രം വന്നില്ല. എല്ലാ വിഭവങ്ങളും ഭഗവാന് നേദിക്കാനായി പാത്രങ്ങളിൽ പകർന്ന് പുറത്ത് നടക്കൽ കൊണ്ടുവന്ന് വെച്ചു. ഈ സമയത്ത് വായ നിറയെ വെറ്റില മുറുക്കി ചവച്ചുകൊണ്ട ഞള്ളലി നമ്പൂതിരി പടിഞ്ഞാറേ നടയിലൂടെ കടന്ന് സോപാനത്തിങ്കൽ എത്തി നിവേദ്യത്തിൽ മുറുക്കിത്തുപ്പി അശുദ്ധമാക്കി പൂജാഭംഗം വരുത്തി. തിരിച്ച് പടിഞ്ഞാറേ ചുറ്റമ്പലത്തിലുള്ള വാതിൽക്കൽ കൂടി തന്നെ ഇറങ്ങിപ്പോകവേ ഉഗ്രവിഷമുള്ള ഒരു സർപ്പം അദ്ദേഹത്തെ ദംശിക്കുകയും വേച്ച് ഒരുവിധം പടിഞ്ഞാറേ ഗോപുരം കടന്ന അദ്ദേഹം അവിടെ വീണ് തൽക്ഷണം മരണമടയുകയും ചെയ്തു. ഉടൻ തന്നെ പടിഞ്ഞാറേ ചുറ്റമ്പലത്തിൻ്റെ വാതിൽ താനെ അടയുകയും ഇനിമേലിൽ ഈ നട തുറക്കരുത് എന്ന് ശ്രീകോവിലിൽ നിന്ന് ഒരശരീരി കേട്ടുവെന്നുമാണ് ഐതിഹ്യം. അന്ന് അടഞ്ഞ ആ വാതിൽ ഇന്നും തുറക്കപ്പെടാതെ തന്നെ കിടക്കുന്നു. പിന്നീട് പടിഞ്ഞാറേ ചുറ്റമ്പലത്തിലുള്ള വാതിൽ എടുത്തുകളഞ്ഞ് ചുമർ കെട്ടി അവിടെ അടച്ചുവെങ്കിലും പടിഞ്ഞാറ് ഭാഗത്ത് മതിൽക്കകത്തോട് ചേർന്ന് വിളക്കുമാടത്തറയിലുള്ള രണ്ടാമത്തെ വാതിൽ ഇന്നും ഒരു സ്മാരകം പോലെ തുറക്കാത്ത വാതിലായി നിലകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ ഈ കഥ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം.